ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നൊരു മനുഷ്യൻ, ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങുന്നൊരു മനുഷ്യൻ, കുടുംബജീവിതം മതിയാക്കുവാൻ വെക്കുന്നൊരു മനുഷ്യൻ, വിവാഹം ഒന്ന് ആലോചിച്ചിട്ട് പോലും മാറാൻ സമ്മതിപ്പിക്കാത്ത ദൈവം. അങ്ങനെയാണെങ്കിൽ 2 തലമുറയുണ്ടായിട്ട് ഇനി ഡൈവോഴ്സ് ചെയ്യാൻ നീ ആഗ്രഹിക്കുകയാണോ? തലമുറയുണ്ടായിട്ട് നീ ഡൈവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണോ? അതിന് ദൂത് കേൾക്കാൻ ഇരിക്കുകയാണോ? അതിന് ദൂത് കേൾക്കാൻ പ്രാർത്ഥിക്കുകയാണോ? അതിന് ദൂത് കേൾക്കാൻ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുകയാണോ? ആമേൻ. നീ ഡൈവോഴ്സിലേക്ക് പോകേണ്ടവനല്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർക്ക് വേർതിരിപ്പാൻ കഴിയത്തില്ല. ഒരു പ്രവാചകനും അത് കഴിയത്തില്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ തീരുമാനമെടുക്കാനുള്ളൂ. ആ തീരുമാനം മരണത്താലല്ലാതെ വേർതിരിയാൻ പറ്റത്തില്ല. സ്തോത്രം. നീ വചനത്തിന്റെ മുമ്പിൽ ഉറച്ചു നിന്നോണം. ദൈവം നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരും. ദൈവം തന്നെ അതിന്റെ മുൻപിൽ ഇറങ്ങി വന്ന് നിനക്ക് ഉത്തരമാക്കി തരും. തകർന്ന് തളർന്ന് ഉടഞ്ഞ ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. പിതാവേ, നീ നിന്റെ ഇഷ്ടത്തിനും മാതാവേ നിന്റെ ഇഷ്ടത്തിനും നിങ്ങൾ നിങ്ങളുടെ സ്വയം ഫ്യൂച്ചർ തരപ്പെടുത്തുമ്പോൾ ദൈവം ഒന്നും അറിയാതെ, നാളെ എങ്ങനെ അഭിമുഖിക്കണമെന്നറിയാതെ നിന്റെ മുമ്പിൽ തുള്ളിക്കളിച്ച് നടക്കുന്ന ആ കുഞ്ഞു പിള്ളേരെ നീ മറക്കരുത്. അവരുടെ ജീവിതത്തെ വഴിയാധാരമാക്കരുത്. അവരുടെ ഒരു കരത്തിൽ പിതാവെ നീയും മറുകരത്തിൽ മാതാവെ നീയും പിടിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറ്റേണ്ടവളാണ് നീ, നടന്നു കയറ്റേണ്ടവനാണ് നീ. ജീവിതത്തിൽ വന്ന ചെറിയ ചില വാക്കുകളുടെയും ചില ഈഗോയുടെയും ഒക്കെ നടുവിൽ കുടുംബത്തെ തല്ലി തകർക്കരുത്.